കൊല്ലം കോർപ്പറേഷൻ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടത്താത്തതിൽ പ്രതിഷേധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം യുവമോർച്ച പ്രവർത്തകർ. കൊല്ലം കോർപ്പറേഷനിലെ 54 നമ്പർ ഡിവിഷനായ ആലോട്ടുകാവിലാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടതിനുള്ള നേർസാക്ഷ്യമാണ് കൊല്ലം നഗരത്തിൽ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെള്ളക്കെട്ട്. കോർപ്പറേഷനിലെ 54 നമ്പർ ഡിവിഷനായ ആലാട്ടുകാവിലെ ഗോപിക്കട മേഖലയിലും സമാനമായ രീതിയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. തുടർപരാതികൾ നൽകി കാത്തിരുന്നിട്ടും നടപടികളോ ഇടപെടലോ ഉണ്ടാകാതെ വന്നപ്പോഴാണ് പ്രദേശത്തെ യുവമോർച്ച പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിയത്. കാട് മൂടിക്കിടക്കുന്ന ഓടകളെല്ലാം വൃത്തിയാക്കുകയാണ് സംഘം ഇപ്പോൾ. യുവതികളും യുവാക്കളും അടങ്ങുന്ന 20ഓളം യുവമോർച്ച പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 2 മരണമാണ് നടന്നിരിക്കുന്നത്. അതായത് ഈ ഓടകൾക്കൊന്നും തന്നെ സ്ലാബുകളില്ല. അപ്പോൾ രാത്രിയിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഓടയിൽ വീണ് 2 പേരാണ് ഒരു വർഷത്തിനിടയിൽ മരിച്ചിരിക്കുന്നത്. കാരണം മരിച്ച 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ തന്നെ അറിഞ്ഞത്. കൊല്ലം ഡെപ്യൂട്ടി മേയറുടെ വീടിരിക്കുന്ന വാർഡിലാണ് പ്രദേശവാസികൾ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഗതികേടെന്നതാണ് കൗതുകകരം. ഞങ്ങൾ ഉൾപ്പെടെ വരുന്ന ഈ ഒരു പ്രദേശവാസികളോട് നീതി പുലർത്തണമെന്നാണ്. കാരണം ഇവിടുന്ന് ഈ ഡിവിഷനിൽ നിന്ന് ഒരു ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ ഡെപ്യൂട്ടി മേയർ ഈ ഭാഗത്തോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ലൈറ്റുകളില്ല. ലേക്ക് ഫോർഡ്, സെന്റ് മേരീസ്, കേന്ദ്രീയ വിദ്യാലയം, വള്ളിക്കി സ്കൂള്, അങ്ങനെ ഒരുപാട് കുട്ടികൾ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത്. ഈ വഴി കൂടി ഇപ്പം കുട്ടികൾക്കൊന്നും പകൽ സമയങ്ങളിൽ പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് യുവമോർച്ചയുടെ തീരുമാനം. കോർപ്പറേഷൻ അവഗണന തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇവർ പറയുന്നു. ജനം, കൊല്ലം.